കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മാധ്യമ ശില്പശാല വാർത്ത സംഘടിപ്പിച്ചു. നെടുമങ്ങാട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ ബി പളനിച്ചാമി ഉദ്ഘാടനം ചെയ്തു. വാർത്താ മാധ്യമങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇടം കണ്ടെത്തണമെന്നും അത്തരം വാർത്തകൾക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. Now you know that photograph speaks 1,000 words. That's what the journalism all taught. But who can do with the ethical journalism, with ethics? Who can do the journalism? Who knows all W's and H? Right? Photograph, it has to speak also. Photo will speak. With addition, who will really pad up with the news items. വാർത്ത എങ്ങനെ രൂപപ്പെടുത്തണമെന്നും ഏത് രീതിയിൽ പുറത്തു വരണമെന്നും തീരുമാനിക്കുന്നതിന് പിന്നിൽ ധാർമ്മികതയുടെ പല തലങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെടുമങ്ങാട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീ തെന്നൂർ ബി അശോക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശില്പശാലയുടെ ഭാഗമായി സൈബർ കുറ്റകൃത്യങ്ങളും ഡിജിറ്റൽ സുരക്ഷയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീ സിബി പോൾ ക്ലാസ് നയിച്ചു. തുടർന്ന് അദ്ദേഹം പരിപാടിയിലെ പങ്കാളികളുമായി സംവദിച്ചു. ബി ജി റാംജി നിയമത്തെക്കുറിച്ച് മൻ കി ബാത്ത് വിവർത്തകൻ ശ്രീ പള്ളിപ്പുറം ജയകുമാർ വിശദീകരിച്ചു. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആതിര തമ്പി, നെടുമങ്ങാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ നജി വിളയിൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് അറിവ് പകരുക എന്നതാണ് വിവിധ ജില്ലകളിൽ PIB സംഘടിപ്പിക്കുന്ന ഇത്തരം ശില്പശാലകളുടെ ലക്ഷ്യം.